നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളിൻ്റെ ആരോഗ്യത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നിങ്ങൾ എന്ത് എനർജിയിലാണുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ മജീഷ്യൻ വിത്ത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഫോർ ഓഫ് പെന്റക്കിൾ ഷാഡോയാണ്. ഫോർ ഓഫ് സോർഡ്സ് Seven of Pentacles, Ace of Swords, Ten of Pentacles. Three of Swords in the shadow ആണ് വന്നിട്ടുള്ളത്. Ten of Cups. ഒരു റെയിൻബോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് നിങ്ങളെല്ലാവരും. കുറേയധികം ആൾക്കാർ വളരെ പോസിറ്റീവാണ് കേട്ടോ. ഹെർമിറ്റാണ്. ഹെർമിറ്റിൻ്റെ ഒരു ടു സോഴ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ വന്നിട്ടുള്ളത് മജീഷ്യനാണ്. മജീഷ്യൻ വിത്ത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എഫേർട്ട് കൊണ്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് അനുകൂലമാക്കി എടുത്തു, നിങ്ങളുടെ സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമാക്കി എടുത്തു, സമയത്തെ അനുകൂലമാക്കി എടുത്തു എന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾ നല്ല എഫേർട്ട് ഇടുന്നുണ്ട് ജീവിതം മുന്നോട്ടേക്ക് പോകാൻ. ശരിക്കും ആക്റ്റീവാണ് എന്നുള്ളതാണ്. ഈ മജീഷ്യൻ്റെ എല്ലാ പവറും നിങ്ങൾ ഉപയോഗിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങളുടെ കഴിവുകളെല്ലാം ഉപയോഗിച്ച് നിങ്ങളുടെ സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമാക്കി എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ വളരെ പോസിറ്റീവാണ് പലരുടെയും എനർജി. ഇതിപ്പോൾ പലരുടെയും എന്ന് പറയുന്നത് ഇന്നാൾ ഒരു ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ആരാണ് നമ്മൾ ഈ കുറേയധികം ആൾക്കാർ കാണുന്ന വീഡിയോ, ഒരു 5000-6000 പേര് കാണുന്ന വീഡിയോയ്ക്ക് കുറച്ച് ആൾക്കാർക്ക് അല്ലേ അത് റെസണേറ്റ് ആവുള്ളൂ. എല്ലാവർക്കും ഇത് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാവർക്കും അത് റെസണേറ്റ് ആവില്ല. അതുകൊണ്ടാണ് ചിലർ എന്ന് പറയുന്നത്. അപ്പം അത് മനസ്സിലാക്കുക. പിന്നെ ഫോർ ഓഫ് പെന്റക്കിളിൻ്റെ ഒരു എനർജിയാണ്. നിങ്ങൾ കുറച്ച് ഇങ്ങനെ ചില കാര്യങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ റിലീസാക്കി എന്നുള്ളതാണ്. നിങ്ങൾ ഇനി ഇത് ഇല്ലാതെ എനിക്ക് മുന്നോട്ടേക്ക് പോകാനേ പറ്റൂല എന്ന് വിചാരിച്ച് നിങ്ങൾ ഹോൾഡ് ചെയ്തിരുന്ന കാര്യം, ഫോർ ഓഫ് പെന്റക്കിൾസ് ഒരു നമ്മൾ വിട്ടുകളയാതെ ഹോൾഡ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്കിനി വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചു. അത് നിങ്ങളുടെ ശരിക്കും ഇതൊരു ത്രീ ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഹാർട്ട് ബ്രേക്കിലൂടെ കടന്നുപോയ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയ എന്തോ കാര്യമാണത്. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു ഏസ് ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അത് ഈ ഏസ് ഓഫ് സോഴ്സ് കൊണ്ട് നിങ്ങൾ വെട്ടിമുറിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കഴിവ് കൊണ്ട്, മജീഷ്യൻ്റെ ആ ഒരു കഴിവ് കൊണ്ട് നിങ്ങൾ ആ പെയിൻ ഒക്കെ നിങ്ങൾ മാറ്റിക്കളഞ്ഞു അല്ലെങ്കിൽ വെട്ടിക്കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ശരിക്കും ഒരു ചില കാര്യങ്ങളിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വളരെ നേരത്തെ ചിലപ്പോൾ ഹറിവറിയായിരുന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് എന്തുകൊണ്ടാണ് ഇത് റിസൾട്ട് കിട്ടാത്തത്, നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ട് ഇതൊരു റിസൾട്ട് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം മനസ്സിനെ സമാധാനപ്പെടുത്തിയിട്ടുണ്ട്. അത് വരുമ്പോൾ വരട്ടെ.
ഇതിൻ്റെ റിസൾട്ട് എപ്പോഴായാലും അത് വരും, വരുമ്പോൾ വന്നോട്ടെ, പക്ഷെ ഞാൻ മുന്നോട്ടേക്ക് തന്നെ പോകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ശരിക്കും വളരെ ഇന്നേ ദിവസം ഈ കാണുന്ന കുറേയധികം ആൾക്കാരും വളരെ മെച്യൂർഡാണ്. ശരിക്കും ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. എന്ത് വന്നാലും സ്വീകരിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ പവറിനെ കുറിച്ച്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ശരിക്കും ഒരു ബോധവും ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ വളരെ വളരെ പോസിറ്റീവാണ് പലരും ചിന്തിക്കുന്നത്. പിന്നെ ഒരു 10 of Cups വന്നിട്ടുണ്ട്, 10 of Pentacles വന്നിട്ടുണ്ട്. ഇതിൽ ഈ ഒരു മജീഷ്യൻ്റെ ഒരു കാർഡ് നിങ്ങൾക്ക് വന്നപ്പോൾ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളിലേക്ക് എത്തും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട്, നിങ്ങളുടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകും. 10 of Pentacles 10 of Cups വന്നിട്ടുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ ബാധ്യതകളുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങൾക്ക് വളരെ ശരിക്കും അതിനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ മാറുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. ചിലർക്കത് മാറിപ്പോയിട്ടുണ്ടായിരിക്കാം. കാര്യങ്ങൾ നിങ്ങളുടെ ആ ഒരു സാമ്പത്തിക ബാധ്യത നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടായിരിക്കാം. ചിലർക്ക് അത് മുന്നിലുണ്ട്, നിങ്ങളുടെ മുന്നിൽ ഉണ്ട്, അത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് വളരെ ഒരു സമാധാനമുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ കാണുന്നത് കുറേ കാലം കൊണ്ട് നിങ്ങൾ അതിനെ തേടി നടന്നതായിരിക്കാം. പക്ഷേ ഇതിപ്പോൾ നിങ്ങളുടെ അരികെ തന്നെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ശരിക്കും സമാധാനമുണ്ട് നിങ്ങൾക്ക്. പിന്നെ ഒരു 10 of Cupsൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ആ ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് തിരികെ നിന്ന് വളരെ സന്തോഷത്തിൽ നിങ്ങളുമായിട്ട് ജീവിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു റീയൂണിയൻ്റെ കാർഡാണ് ഇതിൽ. വളരെ സന്തോഷമാണ്. ഇതിലൊരു റെയിൻബോയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ മഴവില്ല് കണ്ട ആ ഒരു പ്രതീതിയാണ്. അപ്പോൾ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം, നമുക്കറിയാലോ മഴവില്ല് എപ്പോഴും കാണുന്ന ഒരു കാര്യമില്ല, എപ്പോഴെങ്കിലുമൊക്കെ മാത്രമേ നമ്മൾ മഴവില്ല് കാണുള്ളൂ. അപ്പോൾ മഴവില്ല് കാണുമ്പം നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് വളരെ സന്തോഷമാണ്, ഭയങ്കര അത്ഭുതമാണ്. ഇനി എത്ര പ്രായമുള്ള ആൾക്കാർക്ക് മഴവില്ല് കാണുമ്പോൾ ഒരു അത്ഭുതമാണ് തോന്നുന്നത്, അതിശയം തോന്നും, നമ്മളപ്പോൾ കുഞ്ഞുങ്ങളാകും. അപ്പോൾ അതുപോലെ നിങ്ങൾ ശരിക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര കൂടിയിരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നേരത്തായിരിക്കാം ഈ ഒരു യൂണിയൻ. നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങൾ ഇപ്പോൾ 3 of Swordsൻ്റെ ഒരു എനർജി വന്നപ്പോൾ അതിലൊരു ബ്രേക്കപ്പ് ഉണ്ടായി, ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായി, നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് തന്നെ കാണുന്നുണ്ട്. നിങ്ങൾ അതിൽ 7 of Pentacles വന്നപ്പോൾ നിങ്ങളത് വെയിറ്റ് ചെയ്ത ആ ഒരു കാര്യമായിരുന്നു. അപ്പോൾ അത് നിങ്ങളിലേക്ക് വന്നു. അപ്പോൾ നിങ്ങൾ വളരെയധികം സന്തോഷമുണ്ട് എന്നുള്ളതാണ്. ഹെർമിറ്റാണ് പിന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹെർമിറ്റ് നിങ്ങൾക്ക് ഇപ്പം നടക്കുന്ന കാര്യങ്ങളിലൊന്നും വലിയൊരു ഇതിപ്പോൾ തോന്നുന്നില്ല, ഒരു വിഷമമോ സന്തോഷമോ പലർക്കും അങ്ങനെ ശരിക്കും ഒരു ഇതൊന്നും തോന്നില്ല. അവരൊരു ഹെർമിറ്റ് മോഡിലാണ് എന്നുള്ളതാണ്. ചില ആൾക്കാർ ഇത് ഹീല് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന ആ എല്ലാ കാര്യങ്ങളും ഹീൽ ചെയ്ത് ശരിക്കും വളരെ മെച്യൂർഡായിട്ടുള്ളൊരു ആളായി കഴിഞ്ഞു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്നുണ്ടായിരിക്കും. മറ്റുള്ളവർക്ക് വഴിവിളക്കാകുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ആ ഒരു പാസ്റ്റിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലർ റൈക്കി ഹീലേഴ്സ് ആയിരിക്കാം, ചിലർക്ക് അതുപോലെ എന്തെങ്കിലും എനർജി ഹീലിംഗ് നടത്തുന്ന ആൾക്കാരായിരിക്കാം, ചിലർ ടാരോ റീഡേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കാം. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഹീൽ ചെയ്യാനുള്ളൊരു ഹീൽ ചെയ്യണം, മറ്റുള്ളവരുടെ പെയിൻ ഹീൽ ചെയ്യാൻ നിങ്ങൾക്കൊണ്ട് പറ്റും, അത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് ഇരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ തീരുമാനം എടുത്തിട്ടുള്ള ആൾക്കാർ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. നമുക്ക് ഇതിൽ നിന്നും കുറച്ച് കാർഡ്സ് നോക്കാം. സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട്. 9 of Wands, 10 of Pentacles വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ 2 of Wands, അതും ഇതിൻ്റെ ബോട്ടം 2 of Wands ആയിരുന്നു.
ശരിക്ക് ഒരു ടവർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്ട്രെങ്ത് ഉണ്ടാക്കി എന്നുള്ളതാണ്. സ്ട്രെങ്ത് ഇത്രയും കാലം നിങ്ങൾ ഒരു ടു ഓഫ് വാൺസിൻ്റെ എനർജിയിൽ, ടു ഓഫ് സോഴ്സിൻ്റെ എനർജിയിലായിരുന്നു. ടു ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിങ്ങൾ ഇരുന്നു എങ്കിൽ അതൊക്കെ നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾ ലൈഫിൽ സ്ട്രെങ്ത് ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഉറച്ച തീരുമാനങ്ങൾ വന്നു എന്നാണ് കാണുന്നത്. ഹൈ പ്രീസ്റ്റസ് ആണ്. അപ്പോൾ നിങ്ങൾ ഹീലറാണെന്ന് തന്നെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാരോട് എന്തെങ്കിലും നമ്മൾ തുറന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ പ്രശ്നങ്ങൾ അതങ്ങ് ഹീലാകും. നമുക്ക് തന്നെ അറിയാമല്ലോ, ചില ആൾക്കാരോട് നമ്മൾ എത്ര വേദനയിൽ ഇരുന്നാലും ചില ആൾക്കാരോട് അത് ഷെയർ ചെയ്യുമ്പോൾ നമുക്കത് പെട്ടെന്ന് മാറിപ്പോകുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്കത് മനസ്സിലാകുമ്പോൾ നമ്മൾ പലരോടും അത് ചെയ്യാറുണ്ട്. അവർ ചിലപ്പോൾ അറിയാതെ നമ്മളത് അവരോട് സംസാരിക്കാറുണ്ട് നമ്മളുടെ മനസ്സിലുള്ള വിശ്വാസം കൊണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ആൾക്കാരാണ് നിങ്ങൾ. ശരിക്കും ഒരു ഹൈ പ്രീസ്റ്റസ് ആണ് നിങ്ങൾ. ഹീലിംഗ് ഉണ്ട് നിങ്ങൾ അറിയുമ്പോൾ തന്നെ ആ ഒരു കാര്യങ്ങൾ. ചിലപ്പോൾ ചില അസുഖങ്ങൾ നിങ്ങളോട് പറയും, ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ തന്നെ പിന്നെ അതിൻ്റെ കാഠിന്യമൊക്കെ കുറഞ്ഞു പോകും. ചില വിഷമങ്ങളും അങ്ങനെയാണ്. ചില പ്രതിസന്ധികൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് പ്രതിവിധി കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ സ്പിരിച്വൽ ഹീലേഴ്സ് ആണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. 9 ഓഫ് വാൺസും 10 ഓഫ് പെന്റക്കിൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും വെയിറ്റ് ചെയ്തിരുന്ന കാര്യം, അതൊരു സാമ്പത്തികമാണെങ്കിലും അത് റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങളിലേക്ക് അത് എത്തി എന്നുള്ളതാണ്. നിങ്ങൾ എന്തിനാണോ ഇത്രയും കാലം വെയിറ്റ് ചെയ്തത്, അപ്പോൾ അത് നിങ്ങൾക്ക് എത്തിയെന്ന് കാണുന്നുണ്ട്. പിന്നെ ടവറാണ്. ഫുള്ളി ഒരു ട്രാൻസ്ഫർമേഷനാണ് നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് ആൾറെഡി ഇപ്പം ഇൻഡ്യൂഷൻ ഉണ്ട്. അത് നിങ്ങളൊന്ന് പ്രാവർത്തികമാക്കണം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇൻഡ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇൻഡ്യൂഷൻ തോന്നുന്ന പല കാര്യങ്ങളും നിങ്ങൾ അവോയ്ഡ് ചെയ്യാറായിരിക്കും പതിവ്. അത് അങ്ങനെ ആയിരിക്കില്ല എന്നൊരു ചിന്ത ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ദൈവം തന്ന ഒരു കഴിവാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ആ ഒരു ഇൻഡ്യൂഷൻ നിങ്ങൾ ഉപയോഗിക്കുക എന്ന് തന്നെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ദൈവം തരുന്ന ഒരു സന്ദേശങ്ങളാണ് അത് മുന്നോട്ട് പോകാൻ എന്താണ് എന്നുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഇത് ക്രിയേറ്ററാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ധാരാളമായിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താഗ്രഹിച്ചാലും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതൊക്കെയും നടത്താൻ പറ്റും ഈ സമയത്ത്. അപ്പോൾ ബാർഡനാണ് ഇതിലൊരു സോഴ്സാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഭാരം നിങ്ങൾ ചുമക്കുന്നത് അത് നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് കാണുന്നുണ്ട്. അത് നിങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപേക്ഷിക്കാനുള്ള ആ ഒരു സോഴ്സ് നിങ്ങൾക്ക് ദൈവം തരുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ചിലരെങ്കിലും ഒരു ഇപ്പോൾ ചില ട്രാപ്പിൽ പെട്ടിട്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ചിലർ കൂടുതലത് റിലേഷൻഷിപ്പാണ്. അല്ലെങ്കിൽ ചിലർക്ക് ചില കമ്പനിയിൽ ജോലിക്ക് കയറി കഴിയുമ്പോൾ അവിടെ നിന്ന് ഒന്ന് ഇറങ്ങാൻ ചിലപ്പോൾ ബോണ്ടൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ വേറൊരു നല്ല ഓഫർ വന്നാൽ പോലും അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ആ ഒരു കാര്യം മറികടക്കാനുള്ള സോഴ്സ് ദൈവം കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ബോണ്ടൊക്കെ വെച്ച് ജോലി ചെയ്ത ആൾക്കാർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അനുകൂലമായ എന്തോ ഒരു കാര്യം ദൈവം കാണിച്ചു തരുന്നുണ്ട്. റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർക്കാണെങ്കിൽ അതെങ്ങനെ ആ ട്രാപ്പിൽ നിന്ന് എങ്ങനെ പുറത്ത് വരാൻ പറ്റും എന്ന് അതും ദൈവം കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ ചില തോന്നലുകൾ വരുമ്പം അത് അവോയ്ഡ് ചെയ്യാതിരിക്കുക. നിങ്ങളത് മുന്നോട്ട് പോയി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവം കാണിച്ചു തരുന്ന ആ വഴികളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിയുമ്പം നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന ആ ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ആ ഒരു ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് കാണുന്നുണ്ട്. സക്സസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സക്സസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇന്നേ ദിവസം എന്തായാലും വളരെ നല്ല ഒരു എനർജിയാണ് ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്.
അപ്പോൾ ഇതാണ് ഇന്നത്തെ മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പലരും പറയാറുണ്ട് ഈ മെസ്സേജ് കണ്ടിട്ടാണ് എണ്ണീക്കുന്നതെന്നൊക്കെ. വളരെ സന്തോഷം. എല്ലാവർക്കും കുറേ അധികം ആൾക്കാർക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സ്നേഹം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.